ഓക്കെ മക്കളെ, പ്ലസ് ടുവിന്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാം ചാപ്റ്റർ മാതൃഭൂമിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മൈഥിലി ശരൺ ഗുപ്ത എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ ഈ ഒരു കവിതയില് കവി മെയിൻ ആയിട്ട് നമ്മുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യസ്നേഹത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്തിനോട് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്ത നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കവിതയിലോട്ടൊന്ന് പോവാം. അപ്പൊ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാം അല്ലെ, ഒരു നല്ല ഒരു കടലിന്റെ തീരത്തായിട്ട് നല്ല പച്ചപ്പോട് കൂടിയുള്ള ഒരു തീരം കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് അതിന് മുകളില് സൂര്യനെയും ചന്ദ്രനെയും കൂടി അടുത്തടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലെ. സൂര്യനെയും ചന്ദ്രനെ നമ്മൾ അടുത്തടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് കവിതയിൽ നിന്ന് മനസ്സിലാക്കാം. नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट मेघला रत्नाकर है, नदियां प्रेम प्रवाह फूल तारे मंडन है, बंदीजन घगवृंद शेषफण सिंहासन है, करते अभिषेक पयोध है, बलिहारी इस वेश की, हे मातृभूमि तू सत्य ही सगुण मूर्ति സർവേഷ് കി. അപ്പൊ ആദ്യത്തെ ഈ കാണുന്ന വരികളിലൂടെ മെയിൻ ആയിട്ട് നമ്മുടെ കവി മൈഥിലി ശരൺ ഗുപ്ത നമ്മുടെ ഭാരതത്തിന്, ചാപ്റ്ററിന്റെ പേരുണ്ടല്ലോ അല്ലെ, മാതൃഭൂമി എന്നാണ്. നമ്മുടെ മാതൃഭൂമി അറിയാലോ, ഇന്ത്യ, ഭാരതം അല്ലേ. അപ്പൊ ഭാരതത്തിനെ ഒന്ന് നന്നായിട്ട് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ആദ്യത്തിലെ നോക്കാം. നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ. നീലാംബർ, നീലാംബർ ആ വീട് ഉണ്ടല്ലേ, നീല എന്നർത്ഥം ബ്ലൂ. നീലാംബർ എന്ന് പറയുമ്പോൾ നീല ആകാശം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നീലാംബർ പരിധാൻ, നീലാംബർ പരിധാൻ എന്ന് വെച്ചാൽ ഇവിടെ വസ്ത്രം ഉണ്ടോ, നീല നിറത്തിലുള്ള വസ്ത്രമായിട്ടാണ് ആകാശത്തിന്റെ കവി ഇവിടെ തുറന്ന ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് കമ്പയർ ചെയ്തേക്കാണ്. അപ്പോ ആ നീലയാകുന്ന ആകാശം ഇവിടെ നമ്മുടെ ഭാരതത്തിന്റെ വസ്ത്രമായിട്ടാണ് കവി കാണിച്ചിരിക്കുന്നത്. നീലാംബർ പരിധാൻ ഹരിത് തടുപ്പർ സുന്ദർ ഹേ. ഹരിത് അല്ലെ, ഹരാറിങ് മീൻസ് ഗ്രീൻ ആണല്ലേ. തട് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ്. അപ്പോ ഈ ഒരു നീല നിറത്തിലുള്ള ഒരു ആകാശം പച്ചപ്പാർന്നുള്ള ഈ തീരത്ത് വളരെ സുന്ദരമാണ്. അപ്പോൾ ആ നീലാകാശത്തിന് ഒരു വസ്ത്രം പോലെയാണ് കവി ഇവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നീലയാകുന്ന ആകാശമായ വസ്ത്രം ഈ പച്ചയായ തീരത്ത് വളരെ സുന്ദര, വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് കവി പറയുന്നത്. രണ്ടാമത്തെ ലൈൻ നോക്കാം. സൂര്യചന്ദ്ര യുഗ്മുകുട് മേഖല രത്നാകർ ഹേ. സൂര്യചന്ദ്ര, സൂര്യചന്ദ്ര അല്ലെ, സൂര്യനും ചന്ദ്രനും. യുഗ് മുകുട്, സൂര്യചന്ദ്ര യുഗ് മുകുട് എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നമ്മുടെ മാതൃഭൂമിയുടെ മുകുട്. മുകുട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ക്രൗൺ അല്ലെങ്കിൽ കിരീടമാണെന്ന് പറയും കേട്ടോ. അപ്പൊ സൂര്യനും ചന്ദ്രനും നമ്മുടെ മാതൃഭൂമിയുടെ കിരീടങ്ങളാണ്. മേഖല രത്നാകർ ഹേ. മേഖല എന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ സമുദ്രത്തെയാണോ, ഓഷനെയാണ്. ഓഷൻ എന്നുള്ളത് രത്നാകർ എന്ന് പറഞ്ഞാൽ അരഞ്ഞാണെന്ന് വെച്ചിട്ടുണ്ടോ. ഓഷൻ അറിയാലോ അല്ലെ, വളരെ നീളമുള്ളതാണ്, വളരെ വലുതാണ് അല്ലെ. ഇപ്പൊ ഭൂമിയിൽ ഏകദേശം ഒരു 90% ഏറ്റവും കൂടുതലുള്ള ജലമാണ്. അപ്പൊ ആ ജലത്തിൽ ഏറ്റവും കൂടുതൽ കടലിലാണ് അല്ലെ. അപ്പോ മേഖല ഈ ഒരു നമ്മുടെ കടൽ, സമുദ്രം, രത്നാകർ ഹേ നമ്മുടെ മാതൃഭൂമിയുടെ ഒരു അരഞ്ഞാണമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ ഈ ഒരു നീല ആകാശം വസ്ത്രമായും അതുപോലെ സൂര്യനും ചന്ദ്രനെയും അതിന്റെ കിരീടമായിട്ടും മേഖല ഈ സമുദ്രം എന്നുള്ളത് അതിന്റെ അരഞ്ഞാണമായിട്ടും കവിയുടെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുവാണ്. അടുത്ത് നോക്കാം. നദിയാം പ്രേം പ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹേ. നദിയാം, നദിയാം നദികള്. പ്രേം പ്രവാഹ്, പ്രേം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, സ്നേഹം, ലവ്. പ്രവാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവാഹം, ഫ്ലോ. ഫൂൽ താരെ മണ്ഡൻ ഹേ. ഫൂൽ പൂക്കളാണ്. താരെ എന്ന് പറഞ്ഞാല് താരെ നക്ഷത്രങ്ങളാണ്. മണ്ഡൻ കർണ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നാണ്. ഇനി ആ വരിയുടെ അർത്ഥം നോക്കാം. നദിയാം പ്രേം പ്രവാഹേ. നദികളിൽ എന്താണ് പ്രവഹിക്കുന്നത്? നദികളിൽ ജലമല്ല, സ്നേഹമാണ് പ്രവഹിക്കുന്നത്. അവിടെ ഫ്ലോ ചെയ്യുന്നത് സ്നേഹമാണെന്ന് പറയുന്നത്. ഫൂൽ താരെ മണ്ഡൻ ഹേ. ഫൂൽ പൂക്കളും, താരെ നക്ഷത്രങ്ങളും, മണ്ഡൻ ഹേ. മണ്ഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കളിയൊക്കെ വിളിക്കുന്ന ആ പേരല്ല കേട്ടോ. ഇവിടെ മണ്ഡൻ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു അലങ്കാരമാണ്. അലങ്കരിക്കുന്നു എന്ന് പറയാം. എന്തൊക്കെയാ അലങ്കരിക്കുന്നത്? പൂക്കളും നക്ഷത്രങ്ങളും നമ്മുടെ മാതൃഭൂമിയെ അലങ്കരിക്കുന്നു, അല്ലെങ്കിൽ
മണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു മീനടി പറയാം, ആഭൂഷം എന്നും പറയാം, അതായത് ആഭരണങ്ങളാണെന്നും പറയാം. പൂക്കളും നക്ഷത്രങ്ങളും നമ്മുടെ മാതൃഭൂമിയുടെ ആഭരണങ്ങളാണ് കൂടി അർത്ഥം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ആഭരണം കൊണ്ട് നമ്മുടെ ഭൂമിയെ അലങ്കരിക്കുന്നു. ബന്ദീജൻ ഗഗവൃന്ദ് ശേഷ് ഫൺ സിംഹാസൻ ഹേ. ബന്ദീജൻ എന്ന് പറഞ്ഞാല് സ്തുതിച്ച് പാടുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നല്ല കാര്യങ്ങള് നല്ല രീതിയിൽ ഉള്ള സ്തുതിഗീതങ്ങൾ പാടുന്നതിന് എന്ന് പറയുന്നത് ബന്ദീജൻ എന്ന് പറയുന്നത്. ഖഗ് വൃന്ദ്, ഖഗ് നമുക്കറിയാം, ഖഗ് എന്ന് പറയുന്നത് പക്ഷിയുടെ മറ്റൊരു പര്യായ അർത്ഥമാണ് ഖഗ് എന്നുള്ളത്. ഖഗ് വൃന്ദ്, വൃന്ദ് മീൻസ് കൂട്ടമാണ്. അപ്പൊ ഖഗ് വൃന്ദ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പക്ഷികളുടെ കൂട്ടത്തെയാണ് ഖഗ് വൃന്ദ് എന്ന് പറയുന്നത്. ബന്ദീജൻ എന്ന് പറഞ്ഞാൽ സ്തുതിച്ച് പാടുന്നു. അപ്പൊ ആരെ സ്തുതിച്ച് പാടുന്നുണ്ടാവുക? അപ്പോ മാതൃഭൂമിയെ സ്തുതിച്ച് പാടുന്ന നമ്മുടെ പക്ഷികളുടെ കൂട്ടമാണ് മാതൃഭൂമിയെ സ്തുതിച്ച് പാടുന്നത്. ശേഷ് ഫൺ സിംഹാസൻ ഹേ. ശേഷ് ഫൺ, ഇവിടെ ശേഷ് ഫൺ എന്ന് പറഞ്ഞാല് നമ്മുടെ പാമ്പിന്റെ ഒക്കെ പത്തിയാണ് ഉണ്ടാവില്ലേ, അതിന്റെ ഫണം കണ്ടുണ്ടാവില്ലേ, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഇവിടെ ഈ ശേഷ് ഫൺ ഉദ്ദേശിക്കുന്നത് അനന്തൻ എന്നുള്ള നാഗത്തെയാണ്. അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ 5 തലയൊക്കെ ആയിട്ട് വിഷ്ണുവിന്റെ പുറകിൽ, വിഷ്ണു ഭഗവാന്റെ പുറകിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ ശേഷിഫണമായിട്ട്. അപ്പോ ആ ഒരു ഹിന്ദു മിത്തോളജി അനുസരിച്ച് നമ്മുടെ ഭൂമി എവിടെയാണ് ശരിക്കും? ഈ ഫൺ, അതായത് ആ നാഗത്തിന്റെ ഫണത്തിന്റെ അവിടെയാണ് നമ്മുടെ ഭൂമി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതാ പറയുന്നത് ശേഷ് ഫൺ സിംഹാസൻ ഹേ. ഈ ഒരു നാഗത്തിന്റെ അല്ലെങ്കിൽ അനന്തം എന്നുള്ള നാഗത്തിന്റെ ഫണം, ആ ഒരു ഫണം എന്താണ്? സിംഹാസനമാണ്. മലയാളത്തിലെ സിംഹാസനം എന്ന് പറയും കേട്ടോ. അപ്പോ പക്ഷികളുടെ കൂട്ടം സ്തുതിച്ചു പാടുന്നു ശേഷഫൺ, അതായത് ആ ഒരു വലിയ നാഗത്തിന്റെ അനന്തന്റെ ഫണമാണ് മാതൃഭൂമിയുടെ സിംഹാസനം. കർത്തേ അഭിഷേക് പരിയോധ് ഹേ ബലിഹാരി ഇസ് വേഷിക്കി. കർത്തേ അഭിഷേക് പയോധ് ഹേ. കർത്തേ എന്ന് പറഞ്ഞാൽ ചെയ്യുക, അഭിഷേക് എന്ന് പറഞ്ഞാല് അഭിഷേകം. കർത്തേ അഭിഷേക് അഭിഷേകം ചെയ്യുന്നു. പയോധ് എന്ന് പറഞ്ഞാല്, പയോധ് ഇതേപോലെ നിൽക്കുന്ന ബാദലാണ്. ബാദലിനെ പറയുന്നതാണ് പയോഗ് എന്നുള്ളത്. ബലിഹാരി ഈസ് വേഷിക്കി. ബലിഹാരി എന്ന് പറഞ്ഞാല് ഈ ഒരു കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കര ചന്തമുള്ള, ഉയർന്നു നിൽക്കുന്ന, ആകർഷണമായിട്ടുള്ള ഈ ഒരു വേഷത്തെ, മാതൃഭൂമിയുടെ ഈ ഒരു വേഷത്തെ. ഇത്രയേ ഉള്ളൂ. കർത്തേ അഭിഷേക് പയോധ് ഹേ. പയോധ് ബാദല്, മേഘങ്ങള് അഭിഷേകം ചെയ്യുന്നു. ബലിഹാരി ഈസ് വേഷിക്കി. മാതൃഭൂമിയുടെ ഈ ഒരു തിളങ്ങി നിൽക്കുന്ന മേന്മയുള്ള ഈ ഒരു വേഷത്തെ, ഈ ഒരു രൂപത്തെ അഭിഷേകം ചെയ്യുകയാണ് മേഘങ്ങൾ. മേഘങ്ങൾ എങ്ങനെ അഭിഷേകം ചെയ്യുക അല്ലെ? മഴ പെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ? മഴ പെയ്യുമ്പോ, അതായത് മഴ പെയ്യുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നത് അല്ലെ? അഭിഷേകം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഇപ്പൊ നമുക്ക് വിഗ്രഹങ്ങളിലൊക്കെ അഭിഷേകം ചെയ്യണമെങ്കിൽ മുകളിലൂടെ പാലഭിഷേകം എന്ന് പറയാം, പാല് മുകളിലേക്ക് കൂടി ഒഴിക്കുന്ന കണ്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ മഴ പെയ്യുന്നത് മേഘങ്ങളുടെ അഭിഷേകമായിട്ടാണ് കവി ഇവിടെ തുലനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ മേഘങ്ങൾ അഭിഷേകം ചെയ്യുന്നു. എങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ ഒരു വേഷത്തെ ബലിഹാരീസ് വേഷിക്കി, ഉയർന്ന അല്ലെങ്കിൽ നല്ല മേന്മയുള്ള ഈ വേഷത്തെ അഭിഷേകം ചെയ്യുവാണ്. ഓക്കെ, അവസാനത്തെ വരി നോക്കാം. ഹേ മാതൃഭൂമി തു സത്യഹി സഗുൺ മൂർത്തി സർവേഷുക്കി. അവസാനം കവി പറയുവാണ്, ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തു സത്യഹി, നീ സത്യം തന്നെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ സഗുണമൂർത്തി സർവേഷിക്കി. സഗുണമൂർത്തി എന്ന് പറഞ്ഞാൽ സഗുണമായിട്ടുള്ള ഒരു മൂർത്തി തന്നെയാണ്. ആരുടെയാണ്? സർവേഷിക്ക്, ഈശ്വരന്റെ. അതായത് ഇത്രയേ ഉള്ളൂ, നീ ശരിക്കും ഈശ്വരന് തന്നെ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു അംശമാണ്. ഈശ്വരൻ എന്നുള്ള ഒരു അംശമാണ് നീയും. തു സത്യഹി സഗുണമൂർത്തി. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, നീ സത്യത്തില് ഈശ്വരന്റെ തന്നെ സഗുണമുള്ള ഒരു മൂർത്തിയാണ്, അല്ലെങ്കിൽ ഒരു അംശമാണെന്നാണ്. ഓക്കെ, അപ്പോ ഈ ആദ്യത്തെ വരികളിലൂടെ കവി ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാതൃഭൂമിയുടെ കൂടുതലായിട്ടുള്ള ആകർഷണകരമായിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നീലാകാശമാണ് അതിന്റെ വസ്ത്രം, അതിഹരിത പച്ചപ്പുള്ള തീരത്ത് വളരെ സുന്ദരമാണെന്ന് പറയുന്നു. സൂര്യന് ചന്ദ്രനും അതിന്റെ കിരീടമാണ്. ദെൻ മേഖല, സമുദ്രം എന്നുള്ളത് അതിന്റെ അരഞ്ഞാണമാണ്. നദിയാ പ്രേം പ്രവാ ഫൂൾ താരേ മണ്ടൻ. നദികളോട് ഒഴുകുന്ന ജലമല്ല, സ്നേഹമാണ് ഒഴുകുന്നു പറയുന്നു. പൂക്കളും നക്ഷത്രങ്ങളുമാണ് അതിന്റെ ആഭരണം, അല്ലെങ്കിൽ അലങ്കരിക്കുന്നത് പൂക്കളും നക്ഷത്രങ്ങളുമാണ്. ദെൻ പക്ഷികളുടെ കൂട്ടം, ഗഗവൃന്ദനെ, പക്ഷികളുടെ കൂട്ടനെ ബന്ദീജൻ, സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിച്ചു പാടുന്നു. ശേഷഫൺ സിംഹാസൻ ഹേ. ശേഷഫണമാണ്, അല്ലെങ്കിൽ നാഗത്തിന്റെ ഫണമാണ് ഈ ഒരു മാതൃഭൂമിയുടെ സിംഹാസനമായിട്ട് കണക്കാക്കുന്നത്.
കർത്തി അഭിഷേക് പയോധേ, അഭിഷേകം ചെയ്യുന്നത്, അതായത് മേഘങ്ങൾ വഴി മഴ പെയ്ച്ചുകൊണ്ട് ഈ ഒരു ബലിഹാരി യസ്വേഷിക്ക്, നമ്മുടെ മാതൃഭൂമിയെ അഭിഷേകം ചെയ്യുന്നു. അവസാനം പറയുകയാണ് ഹേ മാതൃഭൂമി തു സത്യ ഹേ സഗുണമൂർത്തി സർവേഷിക്ക്, സർവേശ്വരന്റെ, സത്യത്തിൽ നീ സർവേശ്വരന്റെ ഒരു സഗുണമുള്ള ഒരു മൂർത്തി രൂപം തന്നെയാണ് മാതൃഭൂമിയായി നീ എന്ന് കവി പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് ഈ ഒരു അതേ പിക്ചർ നോക്കാം അല്ലെ. പിക്ചറിൽ നമുക്ക് കാണാം ഒരുപാട് കുട്ടികള് മണ്ണിലൊക്കെ കിടന്ന് ഓടി, നമുക്ക് കളിച്ചിട്ടുള്ള പോലെ തന്നെ മണ്ണിലൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. അവിടെ ആകെ പൊടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. ഒരു ഗ്രാമാന്തരീക്ഷം നമുക്കിവിടെ കാണാം. കവിതയിലേക്ക് വരാം. जिसके रज में लौट लौट कर बड़े हुए हैं, गुडनों के बल सरक सरक कर घड़े हुए हैं, परमहंस सम बल का बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए, हम खेले कूदे हर्षुद जिसकी प्यारी गोद में, हे मातृभूमि तुझको निरख मग्न क्यों ना हो मोद में. ഓക്കെ, ഓരോ വരികൾ അർത്ഥം നോക്കി പോവാം. ജിസ്കെ രജ് മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ, ജിസ്കെ രജ് മേ, ജിസ്കെ അതിന്റെ, രജ് എന്ന് പറഞ്ഞാല് ആ ഒരു പൊടി കേട്ടോ, ഇവിടെയുള്ള ഈ കാണുന്ന ഈ ഒരു പൊടിയിലാണ്. ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ, ലോട്ടിനെന്ന് പറഞ്ഞാല് ഉരുളുക എന്ന് പറയത്തില്ലേ, താഴെ കിടന്ന കുട്ടികൾ ഈ ചെടിയിൽ മണ്ണിൽ കിടന്ന് മറിയുന്നുണ്ടാവില്ലേ, അത് വെച്ചിട്ടുണ്ടോ. ലോട്ട് ലോട്ട് കർ, ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടാണ്. ബഡേ ഹുവേ ഹേ, ബഡേ ഹുവേ ഞങ്ങള് വളർന്ന് വലുതായത്. അപ്പോ ഈ ഒരു മാതൃഭൂമിയിലെ മണ്ണിലും പൊടിയിലൊക്കെ കിടന്ന് ഉരുണ്ട് കളിച്ചാണ് ഞങ്ങള് ബഡേ ഹുവേ ഹേ, വളർന്ന് വലുതായത്. ഗുഡനോ കെ ബൽ സർക്ക് സർക്ക് കർ ഗഡേ ഹുവേ ഹേ, ഗുഡനോ എന്ന് പറഞ്ഞാല്, ഗുഡൻ മീൻസ് നീ ആണ്, നമ്മുടെ മുട്ടുകാലാണ്. ഗുഡനോ മുട്ടുകാലുകളുടെ, ഗുഡനോക്കെ മുട്ടുകാലുകളുടെ ബല്, അതിന്റെ ആ ഒരു ബലത്തില്, മുട്ടുകാലുകളുടെ ബലത്തില്, സറക് സറക് കർ ഗഡേ ഹുവേ, സറക്കിന എന്ന് പറഞ്ഞാല് നിരങ്ങുക, പതിയെ ഇഴയുക എന്നൊക്കെ അർത്ഥം കേട്ടോ. മുട്ടുകാലിന്റെ ബലത്തിലാണ് ഞങ്ങള് പതിയെ നിരങ്ങി നിരങ്ങി അല്ലെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് ഗഡേ ഹുവേ എഴുന്നേറ്റ് നിന്നത് അല്ലെ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നേരെ വേണ്ടി ഓടോ ഇല്ല, നമ്മൾ പിന്നെ ഓരോ പതിയെ പതിയെ ടൈം എടുത്ത് ആദ്യം കുട്ടികളാണെങ്കിൽ ആദ്യം നേരെ എടുക്കും, പിന്നെ മറിയും, കമന്ന് കിടക്കും, പിന്നെ അവിടുന്ന് മുട്ടുകാലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നടക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ ഇഴയാൻ തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിലെ അനിയന്മാരും അനിയത്തിമാരൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, അവർ മുട്ടുകാലുത്തിങ്ങനെ നടക്കുന്നുണ്ടാവുമല്ലോ, ആന കളിക്കുന്ന പോലെ അല്ലെ. അപ്പോ അവിടെ കവിത പറയുന്നേ, ഇതിന്റെ പൊടിയിലാണ് ഞങ്ങൾ കളിച്ചു വളർന്നത്, ഈ ഒരു മണ്ണില് മുട്ടുകാല് കുത്തി നീന്തി നീന്തി അല്ലെങ്കിൽ നിരങ്ങിയാണ് ഞങ്ങൾ നിൽക്കാനായിട്ടും പഠിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഉയർന്നു നിന്നതും ഈ മുട്ടുകാല ബലത്തിൽ ഉയർന്നു നിന്നത് എവിടെയാണ്, ഈ മാതൃഭൂമിയിൽ തന്നെയാണ്. പരമഹംസ സമ ബാല്യകാലമേ സബ് സുഖ പായേ, പരമഹംസ്, പരമഹംസ വ്യക്തിനെ പറ്റി ഒന്ന് പറയാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. പരമഹംസ് എന്ന് പറയുന്ന വ്യക്തി ചെറുപ്പകാലത്ത് അദ്ദേഹം കളിക്കുന്നതിനിടയിൽ, കുട്ടിയായിരുന്ന സമയത്ത് കളിക്കുന്നതിനിടയില് എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു ഗീതത്തിൽ ഒരു വയലിൽ ഇങ്ങനെ പോകുമ്പോ കളിച്ചോണ്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. മുകളില് ബഗുലോക്കി ഏക്ക് ഗദ്കോ ദേക്ക, അപ്പോ അവിടെ ബഗുലോ എന്ന് പറഞ്ഞാല് കൊക്കുകളുടെ ഒരു കൂട്ടത്തിന് അദ്ദേഹം കാണും കേട്ടോ. അപ്പോ ഈ കൊക്കുകള് അവിടെ ഒരു കാലേ ബാദൽക്കെ സാമനെ ജാ രഹേ, ആ കൊക്കുകള് കറുത്ത മേഘങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ദൃശ്യം അദ്ദേഹം ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുകയും പെട്ടെന്ന് ആ ഒരു സമയത്ത് അദ്ദേഹം ബേഹോഷി ഹോ ജാത്തെ, ബേഹോഷി ഹോ ജാന്നത് എന്താ, അദ്ദേഹത്തിന്റെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തലറിങ്ങി വീഴാന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതുപോലെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു പോകുന്നു. ആ ഒരു ബേഹോഷി അവസ്ഥമേയും ആ ഒരു ബോധം അദ്ദേഹത്തിന് വിട്ടുപോയ ഒരു അവസ്ഥയില് അദ്ദേഹത്തിന് പരമാനന്ദ ഫീൽ ചെയ്യാണ്, മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, ആനന്ദം അദ്ദേഹത്തിനുള്ള ഫീൽ ചെയ്യാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തോടുള്ള ഒരു അവബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ വളരെയധികം ചേഞ്ച് ആവും കേട്ടോ. അപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ആനന്ദം അതവിടെ ഉദ്ദേശിക്കുന്നത് പരമഹംസ സമ, പരമഹംസന് ലഭിച്ച അതിനെ സമമായിട്ടുള്ള സെയിം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാല്യകാലമേ സബ് സുഖ പായേ, ബാല്യകാലമേ, ബാല്യകാല ചൈൽഡ്ഹുഡ് ചെറുപ്പകാൽ തന്നെ, സബ് സുഖ പായേ, സബ് ദ എൻറ്റയർ മുഴുവൻ, സുഖ പായേ സുഖവും ലഭിച്ചു. പരമഹംസന് എങ്ങനെയാണോ ചെറുപ്പത്തിൽ ആ ഒരു വിഷം കിട്ടി അദ്ദേഹത്തിന് ആ
ആ സുഖം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു പരമാനന്ദം അദ്ദേഹത്തിന് ലഭിച്ചത്, അതുപോലെ തന്നെ പരമഹംസന് സമമായിട്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങൾക്കും, അതായത് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഓരോ മക്കൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു സുഖം ലഭിച്ചിട്ടുണ്ട്. ജിസ്കെ കാരൻ ധൂൽ ഭരെ ഹീരെ കഹലായി. ജിസ്കെ കാരൻ, ബിക്കോസ്, അതുകൊണ്ട്, അല്ലെങ്കിൽ ജിസ്കെ കാരൻ, അത് കാരണം, ധൂൽ ഭരെ ഹീരെ കഹലായി. ധൂൽ അറിയാലേ, ധൂല് രജ എന്നൊക്കെ പറഞ്ഞത് തന്നെയാ. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി തന്നെയാ കേട്ടോ. ധൂൽ ഭരെ ഹീരെ കഹലായി. ധൂൽ ഭരെ എന്ന് പറഞ്ഞാല് മക്കളെ, രജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മടിത്തട്ട് എന്ന് കൂടി പറയാം കേട്ടോ. പൊടി എന്നല്ല, മടിത്തട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ധൂൽ ഭരെ ഹീരെ കഹലായി എന്ന് പറഞ്ഞാൽ, ധൂൽ എന്ന് പറഞ്ഞത് എന്താ, പൊടിയാണ് അല്ലെ. ധൂലാണ് യഥാർത്ഥ പൊടി നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുക. അപ്പൊ രജ് എന്നുള്ളത് മടിത്തട്ട് തന്നെ കേട്ടോ. അപ്പൊ അതിന്റെ മടിത്തട്ടിലാണ് നമ്മൾ, അതായത് മാതൃഭൂമിയിലെ മടിത്തട്ടിലാണ് നമ്മള് കളിച്ച് വളർന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. നോക്കാം, ജിസ്കെ കാരൻ ധൂൽ ഭരെ ഹീരെ കഹലായെ, അത് കാരണം ധൂൽ ഭരെ, പൊടി നിറഞ്ഞിട്ടുള്ള, ഹീരെ, ഹീര എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എന്ന് അർത്ഥം കേട്ടോ, മാണിക്യമാണെന്നാണ് കഹലായി പറയുന്നത്. അപ്പോ മാതൃഭൂമി ഇവിടെ നോക്കുക, മാതൃഭൂമിയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ പൊടിയിലാണ് ഞങ്ങളുടെ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ, ഞങ്ങള് ഉരുണ്ട് ഉരുണ്ട് വലുതായത്. ദെൻ മുട്ടുകാലിന്റെ ബലത്തിൽ ഞങ്ങൾ നീങ്ങി നീങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു. പരമഹംസന് സമമായിട്ടുള്ള സുഖങ്ങളെല്ലാം ബാലകാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അത് കാരണം പൊടി നിറഞ്ഞ മാണിക്യം അല്ലെങ്കിൽ ഡയമണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഹം ഘേലെ കൂന്തേ ഹർഷ്യുദ് ജിസ്കി പ്യാരി ഗോതുമേ. ഓക്കെ, ഗോതു എന്ന് പറഞ്ഞാലും മടിത്തട്ട് തന്നെ കേട്ടോ. നോക്ക, ഹം ഞങ്ങൾ, ഘേലെ കൂന്തേ ഹർഷ്യുദ്, ഘേലെ കൂന്തേ നമ്മൾ പറഞ്ഞില്ലേ, കൂന്തിനെ ചാടുകയാണ്, ഘേലിന കളിക്കുകയാണ്. ഘേലെ കൂന്ന് പറഞ്ഞാല് കളിച്ചുല്ലസിക്കുന്ന കേട്ടോ. ഘേലെ കൂന്തേ ഹർഷ്യുദ്ധാണ് ഉല്ലസിക്കുക കേട്ടോ. അപ്പോ ഘേലെ കൂന്തേ കളിച്ച് രസിച്ചെന്ന് പറയാം കേട്ടോ. ഞങ്ങള് കളിച്ച് രസിച്ച്, ഹർഷ്യുദ് ഉല്ലസിച്ച്, ജിസ്കി പ്യാരി ഗോതുമേം, അതിന്റെ ജിസ്കി, അതിന്റെ നമ്മുടെ മാതൃഭൂമിയുടെ പ്യാരി ഗോതുമേം, പ്യാരി സ്നേഹമുള്ള, ഗോതുമേം മടിത്തട്ടില്. അപ്പോ ഭൂമിയുടെ, മാതൃഭൂമിയുടെ സ്നേഹമുള്ള മടിത്തട്ടിലാണ് ഞങ്ങള് കളിച്ചുല്ലസിച്ച് ആർച്ചാടിയൊക്കെ വന്നത്. ഹേ മാതൃഭൂമി, അഗെയിൻ ഹേ മാതൃഭൂമി എന്നൊക്കെ കണ്ടോ, നേരത്തെ പറഞ്ഞായിരുന്നു. അല്ലയോ മാതൃഭൂമി, തുജുക്കോ നിരക് മകൻ ക്യൂം നാ ഹോ മോദ്മേ. തുജുക്കോ നിന്നില്, നിരക് മകൻ നിന്നിൽ മുഴുവനായിട്ട്, നിരക് മുഴുവനായിട്ട്, മഗ്ൻ എന്ന് പറഞ്ഞാൽ എന്താ, നിന്നിൽ മുഴുവനായിട്ട് അലിഞ്ഞു ചേരുക അല്ലെങ്കിൽ നിന്റെ മുന്നോട്ട് ലയിച്ചുകൊണ്ട്, ക്യോം എന്തുകൊണ്ട്, നാഹു മോദ്മേം എന്തുകൊണ്ട് ഞങ്ങൾക്ക്, മോദ് എന്ന് പറഞ്ഞ സന്തോഷമാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിച്ചുകൂടാ. നിന്നിൽ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നിന്നിൽ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ട് അല്ലെങ്കിൽ മുഴുകിയിട്ട്, മഗ്നോന മുഴുകുകയാണ്, മുഴുവനായിട്ട് നിന്നിൽ മുഴുകിയിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിച്ചുകൂടാ. ജിസ്കെ രജ്മേ ലോട്ട് ലോട്ട് കർ ബഡേ. അപ്പൊ നിന്റെ ആ ഒരു പൊടിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഞങ്ങളെ ഈ ഒരു മണ്ണിലാണ് മൊത്തം ഞങ്ങൾ എന്ത് ചെയ്തത്, ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ, ഉരുണ്ടുരുണ്ട് ഞങ്ങള് വലുതായത്. ഗുഡ്നോക്കെ ബൽ സരക്ക് സരക്ക് കർ ഗഡേ ഹുവേ ഹേ, ഇവിടെയാണ് മുട്ടുകാല് വെച്ച് ആ ഒരു മുട്ടുകാലിന്റെ ബലത്തില് നിരങ്ങി നിരങ്ങി ഞങ്ങള് നിൽക്കാൻ പഠിച്ചത്. പരമഹംസം ബാലകാലമേ സബ് സുഖപ്പായേ, പരഹംസനെ പോലെ ബാല്യകാലത്ത് ഞങ്ങൾക്ക് എല്ലാ സുഖവും ലഭിച്ചു. ജിസ്കെ കാരൻ ധൂൽ ഭരെ ധീരെ കഹലായി, അതുകൊണ്ട് പൊടി നിറഞ്ഞ മാണിക്യം എന്നാണ് പറയപ്പെടുന്നത്. ഹം ഗേലെ കൂന്തേ ഹർഷു, ഞങ്ങള് കളിച്ച് കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച്, ജിസ്കി പ്യാരി ഗോതുമേ, മാതൃഭൂമിയുടെ, ജിസ്കി എന്ന് പറഞ്ഞാൽ അതിന്റെ മാതൃഭൂമിയുടെ സ്നേഹമുള്ള മടിത്തട്ടിലാണ് ഞങ്ങള് കളിച്ച് രസിച്ച് ഉല്ലസിച്ചത്. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തുജുക്കോ നിരക് മകൻ ക്യോ നാ ഹോ മോദ്മേ, നിന്നില് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുഴുവനായിട്ടും അലിഞ്ഞു ചേർന്ന് ആ ഒരു സന്തോഷം ആസ്വദിച്ചു കൂടാ. സെറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത പാത്രത്തോട് പോലോ. അടുത്ത പാത്രത്തിൽ പോലെ തന്നെ നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാം അല്ലെ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് ഇന്ത്യയുടെ മാതൃഭൂമിയുടെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കവിതയിലെ കവി നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കണക്ഷൻ നമുക്ക് നോക്കാം. पाकर तुझसे सभी सुगों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझसे बनी हुई है, बस तेरे ही सुरसार से सनी हुई है. നോക്കാം മക്കളെ, പാക്കർ തുജ്സേ സബി സുഖോ കോ ഹംനെ ഭോഗാ, പാക്കർ നേടി, തുജ്സേ തുജ്സേ ഫ്രം യു നിന്നിൽ നിന്ന്, സബി സുഖോ കോ എല്ലാ സുഖങ്ങളും, ഹംനെ വി ഞങ്ങൾ, ഭോഗ എന്ന് പറഞ്ഞാലും നേടി ലഭിച്ചു എന്ന് പറയട്ടോ, അല്ലെങ്കിൽ ആസ്വദിച്ചു എന്നൊക്കെ പറയാം. അപ്പോ ഇത്രയേ ഉള്ളൂ.
പാക്കർ തുജിസെ സബി സുഖോക്കോ ഹംനെ ഭോഗ, നിന്നിൽ നിന്ന് എല്ലാ സുഖങ്ങളും ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ. ഈ പ്രകൃതി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ ജലമായാലും ഭക്ഷണ സാധനങ്ങളായാലും എല്ലാം നമുക്ക് പ്രകൃതി ഒരുപാട് സാധനം കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ മാതൃഭൂമി നമുക്ക് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പാക്കർ തുജിസെ സബി സുഖോക്കോ ഹംനെ ഭോഗ, നിന്ന് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ഞങ്ങൾ എന്തുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. തേരാ പ്രത്യുപകാർ കബി ക്യാ ഹംസെ ഹോഗ, തേരാ പ്രത്യുപകാർ, നിന്നോടുള്ള പ്രത്യുപകാരം, ഒരാൾ ഉപകാരം നമ്മൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യണമല്ലോ അല്ലെ. അപ്പൊ അതിന് തിരിച്ച് നിനക്ക് പ്രത്യുപകാരം കബി ക്യാ ഹംസെ ഹോഗ, കബി എന്ന് പറഞ്ഞാൽ എവർ, എപ്പോഴെങ്കിലും, എങ്ങനെയെങ്കിലും കേട്ടോ. ക്യാ എന്താ, ഹംസെ ഹോഗ ഞങ്ങളെ കൊണ്ട് കഴിയുമോ, അതായത് നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങള് മാതൃഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനുള്ള എല്ലാം പ്രത്യുപകാരം എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നാണ് കവി ഇതിലൂടെ പറയുന്നത് കേട്ടോ. തേരി ഹി യഹ് ദേഹ് തുജീസി ബനി ഹുയി ഹി, തേരി ഹി യഹ് ദേഹ്, നിന്റെ തന്നെയാണ് ഈ ദേഹം, അതായത് മനുഷ്യരുടെ, നമ്മുടെ ഇവിടെയുള്ള ഭാരതത്തിലുള്ള ഓരോ മക്കളുടെയും ദേഹം, ഇത് മാതൃഭൂമിയായ നിന്റെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ഈ ഒരു ദേഹം, ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തുജീസെ ബനി ഹുയി ഹെ, തുജീസെ നിന്നിൽ നിന്നാണ്, ബനി ഹുയി ഹെ ഉണ്ടായത്. അപ്പോ മനുഷ്യരുടെ എല്ലാ ഒരു ദേഹം നിന്നിൽ നിന്നാണ്, നീ തന്നെയാണ് ഈ ഒരു ദേഹത്തിന്റെ അടിസ്ഥാനം, നിന്നിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബസ് തേരെ ഹി സുരസാർ സെ സനി ഹുയി ഹെ, ബസ് തേരെ ഹി, ബസ് ഇത്രമാത്രം, തേരെ ഹി നിന്റെ തന്നെ, സുരസ് സാർ സെ സനി ഹുയി നിന്റെ തന്നെ ആ ഒരു ജീവന്റെ, സുരസ് പറഞ്ഞ ജീവന്റെ ആ നീരിൽ നിന്നാണ് എല്ലാവരും, സനി ഹുയിയെ, സനി ഹുയി ആ ഒരു നീര് തന്നെ, ആ നീര് തന്നെ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യർക്കുള്ളിൽ എല്ലാം ഉള്ളത് നിന്റെ തന്നെയുള്ളൊരു സുരസ് സാർ, ആ ജീവനുള്ള സുരസ് സാർ, ആ ജീവനുള്ള ഒരു നീരാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. फिर अंध समय तू ही इसे अजल देख अपनाएगी, हे मातृभूमि यह अंध में तुझ में ही मिल जाएगी. फिर अंध समय, फिर later പിന്നീട്, അന്ത് സമയ, അന്ത് സമയ അവസാനം, അറ്റ് ലാസ്റ്റ് എന്നർത്ഥം. തൂ ഹി ഇസെ അജൽ ദേഖ് അപ്നായി, തൂ ഹി നീ തന്നെ, ഇവിടെ അന്ത് സമയം എന്ന് വെച്ചാൽ മനുഷ്യന്റെ മരണത്തെയാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവസാന സമയത്ത് തൂഹി നീ തന്നെ, ഇസേ ഇതിനെ, അതായത് നമ്മുടെ ശരീരം ഉണ്ടായിട്ടുള്ളത് എവിടെന്നാന്ന് പറഞ്ഞു, ഈ നമ്മുടെ ഈ മാതൃഭൂമി തന്നെയാണ്. തൂഹി യഹ് നീ തന്നെയാണ് ഞങ്ങളുടെ ദേഹം, നിന്നിൽ നിന്നാണ് ഈ ഒരു ദേഹം ഉണ്ടായെന്ന് പറഞ്ഞു അല്ലെ. ദെൻ നമുക്കുള്ളിൽ എന്താണുള്ളത്, നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ സുരസ് സാർ, അതിന്റെ ഒരു ജീവനുള്ള നീരാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോ അവസാനം പറയാണ്, ഫിർ അന്ത് സമയ തൂഹി ഇസേ അജൽ ദേഖ് അപ്പനായി, അവസാന സമയം, അതായത് മനുഷ്യൻ മരിച്ചതിന് ശേഷം, തൂഹി നീ തന്നെ, ഇസേ ഇതിനെ, അജൽ ദേഖ് അപ്നായേഗി, അജൽ എന്ന് പറഞ്ഞാൽ ചലനമില്ലാതെ അല്ലെങ്കിൽ ഇളക്കമില്ലാതെ, ദേഖ് നോക്കിക്കൊണ്ട്, അപ്നായേഗി സ്വീകരിക്കും, നീ തന്നെ ഞങ്ങളുടെ ഈ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അതായത് ജീവനറ്റ ശരീരത്തെ ഭൂമി തന്നെ എന്ത് ചെയ്യുന്ന അവസാനം സ്വീകരിക്കും. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, യഹ് അന്തുമേ തുജ്മേം ഹി മിൽ ജായേഗി, അല്ലയോ മാതൃഭൂമി, യഹ് അന്തുമേം ഈ ഒരു അവസാനത്തിൽ, അതായത് ഓരോ മനുഷ്യന്റെ അവസാനത്തില്, തുജ് മേ ഹി മിൽ ജായഹി നിന്നിലെ തന്നെ, മിൽ ജായഹി കൂടിച്ചേരും അല്ലെങ്കിൽ ജോയിൻ ചെയ്യും, അതായത് നിന്നോട് തന്നെ ഓരോ മനുഷ്യരും മരിച്ചതിന് ശേഷം നമ്മ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ മാതൃഭൂമിയോട് തന്നെ കൂടിച്ചേരും അല്ലെ. എല്ലാവർക്കും അറിയാലോ മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്ന അറിയാലോ. അപ്പൊ നമ്മുടെ വീണ്ടും എന്താ, മണ്ണോട് മണ്ണായി ചേർന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ കവി അത് കുറച്ചുകൂടി കാവ്യാത്മകമായിട്ട് പറയാണ്, നിന്നിൽ നിന്നാണ് നമ്മൾ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ആദ്യം ഒരു കോശം ഉണ്ടായി, അതിന്ന് ഒരു ജീവി ഉണ്ടായി, ദെൻ ബാക്ക് ടു ബാക്ക് വന്നാണ് പിന്നെ അത് മനുഷ്യനായത് അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്ഭവം എന്നാ, ഭൂമി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി തന്നെയാണ്. ദെൻ ഈ ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ടേക്ക് തന്നെ പോവാ, നമ്മൾ ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോഡി ഇവിടെ തന്നെയാണല്ലോ. ഈ ബോഡി എന്താവും, ബോഡി നമ്മുടെ മണ്ണിലേക്ക് തന്നെ പോകുന്നത്. അപ്പൊ നിന്നിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, മരണശേഷം ഞാൻ നിന്നിലേക്ക് തന്നെയാണ് അലിഞ്ഞു ചേരും പറഞ്ഞിട്ടാണ് നമ്മുടെ കവിയുടെ അവസാനിപ്പിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ വരുന്ന നമ്മുടെ കവി ഇവിടെ തയ്യാറാണ്. അപ്പൊ തന്റെ ഈ കവിതയിലൂടെ നമുക്കുള്ള ഓരോ മനുഷ്യർക്കുള്ളിലെയും ആ ദേശസ്നേഹം കൂടുതൽ വളർത്താനും അതുപോലെ തന്നെ ദേശസ്നേഹത്തിന്റെ ആവശ്യകത നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തത് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം.
दो शब्दों के मेल से बने हुए अनेक शब्द कविता में രണ്ട് വേർഡ്സ് കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വേർഡ്സ് നമ്മുടെ കവിതയിലുണ്ട്. ഊനെയും ചുൻകർ ലിഖിയും അത് സെലക്ട് ചെയ്തതാണ്. എക്സാമ്പിൾ പറയാം. നീലാംബർ എന്നുള്ളത് നീല രംഗക്ക അംബർ. അംബർ അറിയാലോ, ആകാശമാണ്, നേരത്തെ പറഞ്ഞായിരുന്നു. നീലാംബർ മീൻസ് നീല നിറത്തിലുള്ള അംബർ, നീല നിറത്തിലുള്ള ആകാശത്തെയാണ് നീലാംബർ. ഓക്കെ. ഹരിത തട് എന്ന് പറഞ്ഞാല് ഹരിത രംഗക്ക തട്, പച്ച നിറത്തിലുള്ള തീരം. സൂര്യചന്ദ്രൻ ചെയ്യുന്നത് സൂര്യ ഔർ ചന്ദ്ര, സൂര്യനും ചന്ദ്രനും. ശേഷിഫൺ എന്ന് പറഞ്ഞാല് ശേഷിക്ക ഫൺ, നാഗത്തിന്റെ ഫണം. ഖഗവൃന്ത് ഖഗോങ്കാവൃന്ത്, പക്ഷികളുടെ കൂട്ടം. ഇവിടെ പക്ഷി കൂട്ടം എന്ന് പറയുന്നത് അല്ലെ. ഹർഷ്യുത് എന്ന് പറഞ്ഞാല് ഹർഷിസേ യുക്ത്, ഹർഷ ഇല്ലാതെ നടത്തോട്ടോ, ദേഷ്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ. ഖേൽ കൂത് എന്ന് പറഞ്ഞാല് ഖേൽ ഔർ കൂത്, കളിയും ചിരിയും. പ്രേം പ്രവാഹം എന്ന് പറഞ്ഞാല് പ്രേം കാ പ്രവാഹ, സ്നേഹത്തിന്റെ ആ ഒരു ഫ്ലോ, സ്നേഹത്തിന്റെ ആ ഒരു ഒഴുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. കവിനെ മാതൃഭൂമി കാ വർണ്ണൻ കിസ് പ്രകാർ കിയാ ഹേ, കവി എങ്ങനെയാണ് മാതൃഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നത്? മക്കളെ ഇത് എനിക്കൊന്ന് 2022 ഞാൻ സ്കൂൾ വർക്ക് സമയത്ത് അവിടെ ഓണപരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ അത്. കവി എങ്ങനെയാണ് മാതൃഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നത്? मातृभूमि के हरे भरे तट पर आकाश नीले रंग के वस्त्र की तरह शोभित है. सर മാതൃഭൂമി की हरे भरे तट, മാതൃഭൂമിയുടെ ഹരേ ഭരേ തട്, പച്ചപ്പ് നിറഞ്ഞ തീരം. തടുപ്പർ, ആ തീരത്തില് ആകാശ് സ്കൈ, ആകാശം നീല രംഗക്കെ വസ്ത്രക്കി തര, നീല നിറത്തിലുള്ള ഒരു വസ്ത്രത്തെ പോലെ ശോഭിത, ശോഭിതമാണ്. അവിടെ ആ ഒരു ആകാശത്തെ ഒരു വസ്ത്രമായിട്ട് കണക്കാക്കിയിട്ട് പച്ച നിറത്തിലുള്ള ഈ ഒരു തീരത്തിനടുത്ത് നീല നിറത്തിലുള്ള വസ്ത്രം ശോഭിച്ചു നിൽക്കുന്നു എന്നാണ് ആകാശത്തിലൂടെ ഇദ്ദേഹം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യ ഔർ ചന്ദ്രീസ് ഭൂമി കാ മുകുട് ഹേ, സൂര്യനും ചന്ദ്രനും നമ്മുടെ ഈ ഭൂമിയുടെ മുകുട് ഹേ, കിരീടമാണ്. ഔർ സമുദ്ര കർദനി ഹേ, മക്കളെ കർദനി എന്ന് പറഞ്ഞാലും അതുപോലെ നമ്മുടെ കവിതയിൽ പറഞ്ഞ പോലെ, കവിതയിൽ പറഞ്ഞു നോക്കിയ മക്കളെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, നോക്കിക്കേ. നീലാംബർ പരിധാൻ ഹരിതടുപ്പർ സുന്ദർ ഹേ സൂര്യചന്ദ്രയുഗ് മുകുട് മേഖല രത്നാകർ ഹേ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. മേഖല രത്നാകർ തന്നെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. മേഖല രത്നാകർ ഇവിടെ വന്നപ്പോ എന്തായെന്ന് മാത്രം, സമുദ്ര കർദനി എന്നായെന്ന് മാത്രം കേട്ടോ. അപ്പൊ രത്നാകർ എന്ന് പറഞ്ഞാലും കർദനി എന്ന് പറഞ്ഞാൽ തന്നെയാ അരഞ്ഞാണം തന്നെ അർത്ഥം കേട്ടോ. അപ്പൊ സൂര്യൻ ചന്ദ്രൻ കിരീടമാവുന്നു, സമുദ്രം എന്താണ്, അരഞ്ഞാണമാണ്. നദിയാം പ്രേമ പ്രവാഹി, നദികളിലെ പ്രേമമാണ്, സ്നേഹമാണ് പ്രവഹിക്കുന്നത്. അവർ ഫൂലോം താരെ ആഭൂഷൺ ഹേ, പൂക്കളും നക്ഷത്രങ്ങളും ആഭൂഷൺ ഹേ, ആഭൂഷൺ എന്ന് പറഞ്ഞാല് ഓർണമെന്റ്സ് ആണ്, ആഭരണങ്ങളാണ്. ബന്ദീജൻ പക്ഷിയോ കാ സമൂഹേ, ബന്ദീജൻ എന്ന് പറഞ്ഞാല് സ്തുതി പാടുന്നത് പക്ഷിയോ കാ സമൂഹേ, പക്ഷികളുടെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാതൃഭൂമിയെ സ്തുതി പാടുന്നത്. ഔർ ശേഷനാഗ് കാ ഫൺ സിംഹാസൻ ഹേ, ഔർ ആൻഡ് ശേഷനാഗ് കാ, അനന്തൻ എന്ന നാഗത്തിന്റെ ഫണം സിംഹാസനമാണ്. ബാദൽ പാനി ബർസാക്കർ ഉസ്കാ അഭിഷേക് കർത്തേ രഹത്തെ, ബാദൽ മേഘം പാനി ബർസാക്കർ, പാനി ബർസാൻ എന്ന് പറയുന്നത് വെള്ളം പെയ്ച്ചുകൊണ്ട്, അതായത് മഴ പെയ്ച്ചുകൊണ്ട് ഉസ്കാ അഭിഷേക് കർത്തേ രഹത്തെ, അതിനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാദല് അതായത് ക്ലൗഡ്സ് റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മഴ പെയ്ച്ചുകൊണ്ട് നമ്മുടെ മാതൃഭൂമിയെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ് തരഹി സഗുൺ സാകാർ മൂർത്തി ഹേ മാതൃഭൂമി, ഇപ്രകാരമുള്ള സഗുണങ്ങളുള്ള എല്ലാം തികഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ ഒരു അംശമായ മൂർത്തിയാണ് നമ്മുടെ മാതൃഭൂമി എന്നാണ് കേട്ടോ. അപ്പോൾ മാതൃഭൂമിയുടെ വർണ്ണൻ എങ്ങനെയാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. ഒരു 3 മാർക്ക് 4 മാർക്കും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കുക. മാതൃഭൂമി സെ കവി കാ ബച്പൻ കൈസെ ജുഡാ ഹേ, മാതൃഭൂമിയായിട്ട് നമ്മുടെ പോയറ്റിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് അവർ തമ്മിലുള്ള കണക്ഷൻ, ബന്ധം നോക്കുന്നത് കേട്ടോ, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. മാതൃഭൂമി കി ധൂലി മേ ലോട്ട് ലോട്ട് കർ കവി ബഡേ ഹുവേ ഹേ, മാതൃഭൂമിയുടെ പൊടി അതായത് നമ്മുടെ ഭാരതത്തിന്റെ പൊടിയിലാണ് അദ്ദേഹം ഉരുണ്ടുരുണ്ടാണ് നമ്മുടെ കവി വളർന്ന് ബഡേ ഹുവേ വളർന്നു വലുതായത്. ഇസി ധർത്തി പർ, ഈ ഒരു ഭൂമിയിൽ തന്നെയാണ്
गुडनों के बल पर रेंग कर वे धीरे धीरे पैरों पर गड़ा रहना सीख लिया. ഇസി ധർത്തി പർ, ഇതേ ഭൂമിയിൽ അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ, അതായത് നമ്മുടെ മാതൃഭൂമി തന്നെ, ഗുഡനോക്കെ ബൽപർ, മുട്ടുകാലിന്റെ ബലത്തില്, രേങ്കർ, ഇഴഞ്ഞ് അല്ലെങ്കിൽ നിരങ്ങി, വേ ധീരെ ധീരെ, അദ്ദേഹം പതിയെ പതിയെ, പൈറോംപർ, പൈറോംപർ, കാലുകളില്, ഘടാരഹന സീഖ് ലിയ. ഘടാരഹന എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യുക, നിൽക്കാനായിട്ട്. അപ്പോ കുട്ടികളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ കവി എന്താണ്, നമ്മുടെ ഈ മാതൃഭൂമിയിലാണ് തന്റെ മുട്ടുകാലിന്റെ ബലത്തില് നിരങ്ങി നിരങ്ങി അവസാനം നേരെ നിൽക്കാനായിട്ട് അദ്ദേഹം പഠിച്ചത്. ഇസി പുണ്യഭൂമി മേ രഹ്കർ ഉസ്നെ ശ്രീറാം കൃഷ്ണ परमहंस की तरह सब सुखों को बाल्यकाल में ही भोग है. നോക്കാം മക്കളെ, നല്ലൊരു സെന്റൻസ് ആണ്. ഇസി പുണ്യഭൂമി, ഇതേ പുണ്യഭൂമിയിലാണ് രഹ്കർ താമസിച്ചത്. ഇതേ പുണ്യഭൂമിയില് താമസിച്ചുകൊണ്ട് ഉസ്നെ, അദ്ദേഹം, ശ്രീരാം കൃഷ്ണ പരമഹംസ, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ചെറുപ്പത്തില് ബാഗ്ലോങ്കെ, കൊക്കുകളുടെ കൂട്ടത്തെ കണ്ട് ഒരു വിഷൻ കിട്ടി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പോലെ തന്നെ സബ് സുഖോങ്കോ, എല്ലാ സുഖങ്ങളെയും, ബാല്യകാൽമേഹി, ചെറിയ പ്രായത്തിൽ കുട്ടിക്കാലത്ത് തന്നെ, ബോഗാഹേ, അദ്ദേഹം നേടിയെടുത്തു. ഇസ്കെ കാരൺ ഹി ഉസേ ദൂൽ ബരെ ഹീരെ കഹലായേ. ഇസ്കെ കാരൺ, അത് കാരണം, ഇസ്കെ കാരൺ ഹി എന്നുണ്ടല്ലേ, ഇസ്കെ കാരൺ ഹി, അത് കാരണം കൊണ്ട് തന്നെ, ഉസേ, അതിനെ, അതായത് നമ്മുടെ മാതൃഭൂമിയെ, ദൂൽ ബരെ ഹീരെ കഹലായേ, പൊടി നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഡസ്റ്റ് നിറഞ്ഞ, ഹീരെ കഹലായേ, ഡയമണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. തേരാ പ്രത്യുപകാർ കബി ക്യാ ഹംലേ ഹോഗ, നിന്നോടുള്ള പ്രത്യുപകാരം എങ്ങനെ എന്ന് ചെയ്യാനാണ് ചോദിക്കണം അല്ലെ. കവി ഇസി പ്രകാർ ക്യൂ സോച്ചത, കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്. മാതാ ദ്വാര അപ്നെ ബച്ചോ കെ ലിയേ കിയേ ഗയേ കാര്യോ കെ ലിയേ പ്രത്യുപകാർ കർണ ആസാൻ നഹീ ഹൈ. അല്ലെ, നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ മാതാ ദ്വാര അപ്നെ ബച്ചോ കെ ലിയേ, അമ്മ മുഖേന അപ്നെ, അമ്മയുടെ, ബച്ചോ കെ ലിയേ, കുട്ടികൾക്ക് വേണ്ടി, കിയേ ഗയേ കാര്യോ കെ ലിയേ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യുപകാർ കർണ, പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത്, ആസാൻ നഹിയെ, എളുപ്പമുള്ളൊരു കാര്യമല്ല. മാക്ക സ്നേഹ് അസീം ഹേ, അമ്മയുടെ സ്നേഹം അസീം, സീം എന്ന് പറഞ്ഞാല് ലിമിറ്റ് ഉള്ളത്, അസീം എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണ്, അതിരില്ലാത്തതാന്ന് കരുതും കേട്ടോ. അപ്പൊ അമ്മയുടെ സ്നേഹം അതിരില്ലാത്തതാണ്. യഹാ മാതൃഭൂമി മാക്ക പ്രതിഹേ, ഇവിടെ മാതൃഭൂമി എന്നുള്ളത് അമ്മയുടെ ഒരു പ്രതീകമായിട്ടാണ് കവി കാണിച്ചു തരുന്നത്. മാക്കി നിസ്വാർത്ഥ സേവാവും, അമ്മയുടെ സ്വാർത്ഥത ഇല്ലാത്ത സേവനങ്ങൾ, സർവീസസ്, കേലിയേ, അമ്മയുടെ നിസ്വാർത്ഥമായിട്ടുള്ള, സ്വാർത്ഥത ഇല്ലാത്ത ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിന്റെ സേവനങ്ങൾക്ക് വേണ്ടി, പ്രത്യുപകാർ, അതിനുള്ള പ്രത്യുപകാരം, കബി നഹി കർ സക്ത, അത് ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട്, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരിച്ച് നമ്മൾ പ്രത്യുപകാരം ചെയ്യുന്നത് ഒരിക്കലും നടക്കത്തില്ല, അതൊരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കവിതാക്കി ആസ്വാദൻ ടിപ്പണിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കവിത പറയുന്നത് നമുക്ക് സാഹിത്യം, ഹിന്ദി സാഹിത്യം കുറച്ച് പറയേണ്ടി വരും. അപ്പൊ ആധുനിക സാഹിത്യത്തിനെ നമ്മൾ കുറച്ച് തിരിച്ചിട്ടുണ്ട്. അതായത് ഭാരതീയ യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ യുഗ്, ദെൻ ഇങ്ങനെ ഈ കവിത, സമകാലീൻ കവിത, ഇങ്ങനെ പോകേണ്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു യുഗമാണ് അത്, ഹിന്ദി സാഹിത്യത്തിന്റെ ഒരു ടൈം ലൈൻ ആണത് ദ്വിവേദി യുഗം എന്നുള്ളത് കേട്ടോ. അപ്പൊ 1850 മുതൽ 1900 സംതിങ് വരെയാണ് നമ്മുടെ ഭാരതീയ യുഗ് വരുന്നത്. ആ ഭാരതീയ യുഗ് കഴിഞ്ഞിട്ടുള്ള വരുന്ന 1900 കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരുന്നതാണ് ദ്വിവേദി യുഗം എന്നുള്ളത് കേട്ടോ. അപ്പൊ ദ്വിവേദി യുഗം ഒരു ടൈം പീരീഡ് ആണ് മക്കളെ, വേറൊന്നുമില്ല. ആ ദ്വിവേദി യുഗിലെ പ്രസിദ്ധ കവി ഹേ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. ആ ഒരു ദ്വിവേദി യുഗ, ആ ടൈം പീരീഡിലെ പ്രസിദ്ധമായിട്ടുള്ള കവിയാണ് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. വേ രാഷ്ട്രകവി മാനജത്തെ, അദ്ദേഹം രാഷ്ട്രകവി എന്നാണ് അറിയപ്പെടുന്നത്. മാതൃഭൂമി ഗുപ്ത്ജിക്ക് പ്രസിദ്ധ കവിത ഹേ, മാതൃഭൂമി എന്നുള്ളത് ഗുപ്ത്ജിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ്. മക്കളെ ശ്രദ്ധിച്ച്, ഗുപ്ത്ജി, ജി അറിയാലോ അല്ലെ, നമുക്ക് ഒരാൾ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ നമ്മൾ പറയുന്നതാണ് എന്ത്, ഗുപ്ത്ജി. ഇപ്പോ എക്സാമ്പിള് കരംചന്ദ് മോഹൻദാസ് ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിനെ നമ്മൾ പേര് മാത്രം പറയുന്നത് നമ്മൾ എന്ത് പറയും, ഗാന്ധിജി എന്ന് പറയും അല്ലെ.
മഹാത്മാഗാന്ധി എന്ന് പറയും. അപ്പൊ ജി ചേർക്കണ്ട, ഓൾറെഡി മഹാത്മാ ഉള്ളതുകൊണ്ട് റെസ്പെക്ട് ഉണ്ട്. അല്ലാതെ നമ്മൾ റെസ്പെക്ട് സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ത്, ജി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഗുപ്ത് ജി കി പ്രസിദ്ധ കവിത, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കവിതയാണ്. ജിസ്മേ അപ്നെ ജന്മഭൂമി കാ ഗുണഗാൻ കർക്കെ, ഈ ഒരു കവി ജിസ്മേ ഇതില് അപ്നെ ജന്മഭൂമി കാ, തന്റെ ജന്മഭൂമി അതായത് ഭാരതത്തിന്റെ ഗുണഗാൻ കർക്കെ, ഗുണഗാൻ എന്ന് പറഞ്ഞ ഗുണങ്ങൾ പാടിക്കൊണ്ട് ഉസ്കെ ലിയെ അപ്ന ജാൻ ബി ദേന കാ ആഹ്വാൻ കർത്തെ, അതിനു വേണ്ടി തന്റെ ജാൻ ബി ദേന, ജീവൻ വരെ കൊടുക്കാനുള്ള ആഹ്വാൻ കർത്തെ ഹെ, ആഹ്വാനമാണ്. നമ്മൾ ലാസ്റ്റ് കവിത അവസരം പറഞ്ഞല്ലേ, നില്ലലിഞ്ഞു ചേരും നിനക്കൊണ്ടിന് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ തന്റെ ജീവൻ ഭൂമി, നമ്മുടെ മാതൃഭൂമിക്ക് കൊടുക്കാൻ വരെ അദ്ദേഹം ഇവിടെ അതിനകത്ത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാതൃഭൂമിക്ക് ഹരിയാലിക്ക് ലിയെ നീലാകാശക്ക് സുന്ദർ വസ്ത്ര കി തര ശോഭിത ഹെ, മാതൃഭൂമിക്ക്, നമ്മുടെ ഭൂമി, മാതൃഭൂമിയുടെ ഭാരതത്തിന്റെ ഹരിയാലിക്ക് ലിയെ, ഹരിയാലി പച്ചപ്പിന്, ഈ ഒരു പച്ചപ്പിന് നീലാകാശ്, നീല നിറത്തിലുള്ള നമ്മുടെ ആകാശം, ഏക് സുന്ദർ വസ്ത്ര കി തര ശോഭിത, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വസ്ത്രം പോലെ ശോഭയുള്ളതാണ്. സൂര്യ ഔർ ചാന്ദ് ഇസ്കി മുകുട് ഹേ, സൂര്യനും ചന്ദ്രനും ഇതിന്റെ മുകുട് ഹേ, മുകുട് അതിന്റെ ക്രൗൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ രാജാവ് വെക്കുന്ന കിരീടം പോലെ സൂര്യനും ചന്ദ്രനുമാണ് മാതൃഭൂമിയുടെ കിരീടമായി വരുന്നത്. സാഗർ ഇസ്കി കർദനി ഹേ, സാഗർ നമ്മുടെ സമുദ്രം അല്ലെങ്കിൽ കടലാണ് ഇതിന്റെ കർദനി അല്ലെങ്കിൽ രത്നാകർ, അതായത് അരഞ്ഞാണം എന്നുള്ളത് സമുദ്രമാണ്. യഹാം ബഹ്നെ വാലി നദിയോം പ്രേം കാ പ്രവാഹേ, ഇതിലൂടെ ബഹ്നെ വാലി ഒഴുകുന്ന നദിയാം, നദികളില് പ്രേം കാ പ്രവാഹേ, സ്നേഹത്തിന്റെ പ്രവാഹമാണ് ഉള്ളത്. താരേ ഔർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ, താരേ നക്ഷത്രങ്ങളും പൂക്കളും ഇതിന്റെ ആഭൂഷൺ ഹേ ആഭരണങ്ങളാണ്. പക്ഷിയാം സ്തുതി പാട് ഹേ, പക്ഷികൾ നമ്മൾ പറഞ്ഞല്ലേ ഗഗ് വൃന്ദ്, പക്ഷിക്ക് സമൂഹം എന്ന് കേട്ടോ. പക്ഷിയാം, പക്ഷികൾ ഇതിന്റെ സ്തുതിപാഠകരാണ്, നല്ല കാര്യങ്ങളൊക്കെ പാടുന്നവരാണ്. ആദിശേഷ് കാ സഹസ്ര ഫൺ സിംഹാസൻ ഹേ, ആദിശേഷ് കാ സഹസ്ര ഫൺ എന്ന് വെച്ചിട്ടുള്ളത്, ആദിശേഷ് നമ്മുടെ അനന്തൻ എന്നുള്ള നാഗത്തിനെ പറഞ്ഞുകൊണ്ട് ആദിശേഷ്, അതിന്റെ സഹസ്ര, സഹസ്രം എന്ന് പറയുമ്പോൾ എത്രയാ, 7 ആണ്ടോ മക്കളെ, 7 തലയുള്ള പാമ്പ് ചെയ്യുന്നത് സഹസ്ര ഫൺ, ആ 7 തലയുള്ള പാമ്പിന്റെ ആ ഒരു നാഗത്തിന്റെ ഫണം സിംഹാസനമാണ്. ബാദലോം പാനി ബരസ്കർ ഇസ്കാ അഭിഷേക് കർത്തെ ഹേ, ബാദലോം, ബാദലോ അറിയാലോ മേഘങ്ങള്, പാനി ബരാസ്കർ മഴ പെയ്ച്ചുകൊണ്ട്, പാനി ബരാസ്കർ എന്ന് പറഞ്ഞാൽ വെള്ളം പെയ്ക്കുന്നതാണ്, ഇവിടെ വെള്ളം എന്ന് വെച്ചാൽ മഴയാണ്ടോ, മഴ പെയ്ച്ചുകൊണ്ട് ഇസ്കാ അഭിഷേക് കർത്തെ, അതിനെ അഭിഷേകം നടത്തുന്നു, മാതൃഭൂമിയെ അഭിഷേകം നടത്തുന്നു. കവി അപ്നി മാതൃഭൂമിക്ക് ഈ സുന്ദർ രൂപ पर ആത്മസമർപ്പൺ करता है, കവി നമ്മുടെ ഈ ഒരു മാതൃഭൂമിയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന്റെ രൂപത്തില് ആത്മസമർപ്പണം നടത്തും, സ്വന്തം ആത്മാവിനെയും ശരീരത്തിനെയും അർപ്പിക്കുകയാണ്. വേ കഹത്തെ ഹേ, അദ്ദേഹം പറയുവാണ്, വാസ്തവമേ തു സഗുണ സാകാർ മൂർത്തിയെ, യഥാർത്ഥത്തില് നീ സഗുണ സാകാർ മൂർത്തി ഹേ, ദൈവത്തിന്റെ എല്ലാ സുഗുണങ്ങളും ഉള്ള ഒരു മൂർത്തി തന്നെയാണ് നീ എന്ന് പറയുവാണ്. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. जन्मभूमि से कवि का बचपन का संबंध व्यक्त करते हुए कवि कहते हैं कि इसके धूलि में लोट लोट कर बड़े हुए, മക്കളെ ഇത് ഇത്രയും വലുതായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കിയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ അവസാനത്തെ ഒരു പാരഗ്രാഫ് അത്രയാവും കേട്ടോ. അപ്പൊ ബുദ്ധിമുട്ടുള്ളവർ അത് പഠിച്ച് അത് കൂട്ടി എഴുതിയാലും മതി കേട്ടോ. പഠിക്കാൻ പറ്റുന്നവർ ഇതോട് പഠിച്ചു വെക്കുക. ജന്മഭൂമി സേ കവി കാ ബച്പൻ, ജന്മഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ജന്മഭൂമിയിലൂടെ കവി കാ ബച്പൻ, നമ്മുടെ കവി പോയിറ്റിന്റെ കുട്ടിക്കാലം എന്നുള്ളത് സംബന്ധ് വ്യക്തി കർത്തവ്യം, ആ ഒരു സംബന്ധം അല്ല സംബന്ധം മീൻസ് എന്താ, കണക്ഷൻ, ആ ഒരു ബന്ധം വ്യക്തമാക്കിക്കൊണ്ട് കവി കഹത്തേക്ക്, കവി പറയാണ്. അപ്പൊ മാതൃഭൂമിയായിട്ടുള്ള കവിയുടെ കുട്ടിക്കാലം വ്യക്തമാക്കിക്കൊണ്ട് കവി പറയുകയാണ്, ഇസ്കേ ധൂലി മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ, ഇതിന്റെ പൊടിയിലാണ്, അതായത് മാതൃഭൂമിയിലെ നമ്മുടെ ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള പൊടിയില് ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ, ഉരുണ്ടുരുണ്ടാണ്, ക്രൗഡ് ഇതാണ് വലുതായത്. इसी भूमि पर गुड़नों के बल पर सरक सरक कर ही पैरों पर गड़ा रहना सीखा, इसी ഭൂമി पर, ഇതേ ഭൂമിയിൽ തന്നെയാണ് ഗുഡനോ കെ ബൽ പർ, മുട്ടുകാലിന്റെ ബലത്തില് സറക്ക് സറക്ക് കർ, ഇഴഞ്ഞിഴഞ്ഞ് സറക്ക് സറക്ക് കർ ഹി, ഇഴഞ്ഞിഴഞ്ഞുകൊണ്ട് തന്നെ പൈറോ പർ ഗടാ രഹന സീക്ക, കാലുകളിൽ നിൽക്കാൻ, പൈറോ എന്ന് പറഞ്ഞാൽ ലെഗ്സ് ആണ്, ലെഗ്സില് നിൽക്കാൻ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പഠിച്ചത്. യഹാ രഗ് കർ ഹി
बचपन में उसने श्री राम कृष्ण परमहंस की तरह सभी आनंद पाया യഹാം രഘുകർഹി. ഇവിടെ തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ മാതൃഭൂമിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയം താമസിച്ചുകൊണ്ട് തന്നെ ബച്പൻമേം കുട്ടിക്കാലത്തില് ഉസ്നെ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസ കി തര ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ തന്നെ സബി ആനന്ദ് പായ എല്ലാ ആനന്ദവും, അതായത് എല്ലാ സന്തോഷവും അദ്ദേഹത്തിന് ലഭിച്ചു. പായ നേടി. ഇസ്കെ കാരൺ ഹി ഉസേ ധൂലി ബരേ ഹീരെ കഹലായേ. ഇസ്കെ കാരൺ അത് കാരണം ഉസേ അതിനെ, അതായത് നമ്മുടെ മാതൃഭൂമിയെ ധൂലി ബരേ ഹീരെ കഹലായേ. ധൂലി, ധൂൽ എന്നൊക്കെ പറയുന്ന പൊടിയാണ് അല്ലെ, പൊടി നിറഞ്ഞ ഡയമണ്ട്. ഹീരെ ഡയമണ്ട് അല്ലെങ്കിൽ മാണിക്യം എന്നാണ് പറയുന്നത്. ഇസ് ജന്മഭൂമി കെ ഗോദിമേം ഖേൽ ഖുദ് കർക്കെ ഹർഷ് കാ അനുഭവ് കിയാ ഹേ. ഇസ് ജന്മഭൂമി കെ ഗോതിമേം, ഈ ജന്മഭൂമിയുടെ ഗോതിമേ, ഗോദ് എന്ന് പറഞ്ഞാൽ മടിത്തട്ടാണോ, ഗോദ് എന്ന് പറഞ്ഞാൽ തന്നെ മടിത്തട്ടില് ഖേൽ കൂദ് കർക്കെ, ഖേൽ കൂദ് കർ എന്ന് പറഞ്ഞാൽ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ചാണ് ഹർഷിക്ക അനുഭവ് കിയാ ഹേ, ഞങ്ങള് ആ ഒരു ഹർഷിക്ക സന്തോഷത്തിന്റെ അനുഭവം ഞങ്ങള് അനുഭവിച്ചിട്ടുള്ളത്. ഇസി മാതൃഭൂമി കോ ദേഖ് ഹം ആനന്ദ് സേ മഗ്ന ജാത്തെ ഹേ. ഇസി എസി ഐസി എന്നുള്ളത് കേട്ടോ. എസി മാതൃഭൂമിക്കോ ദേക്കർ, ഈ ഒരു ഇതേ മാതൃഭൂമി തന്നെ കണ്ടുകൊണ്ടാണ് ഹം വി ഞങ്ങള് ആനന്ദ് സേ മഗ്നോജത്തെ സ്നേഹത്തില് മഗ്നോനെന്താ മുഴുകുക, ഇൻവോൾവ് ആവുക എന്നൊക്കെ കേട്ടോ. അപ്പോ ഈ മാതൃഭൂമിയെ കണ്ടുകൊണ്ട് ഞങ്ങള് ആ ഒരു ആനന്ദത്തില് ആ ഒരു സന്തോഷത്തില് മുഴുകുന്നത്. കവി കഹത്തെ, കവി പറയുകയാണ് ജോ സുഖ ശാന്തി ഹംനെ ഭോഗഹേ, എന്തെല്ലാം സുഖവും സമാധാനമാണ് ഞങ്ങള് ഭോഗഹേ അനുഭവിച്ചിട്ടുള്ളത്. വേ സബ് തുമാരി ഹി ദേൻ ഹേ, വേ സബ് അതെല്ലാം തുമാരി ഹി ദേൻ ഹേ, നീ തന്നെ നൽകിയിട്ടുള്ള, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സുഖവും സമാധാനവും എല്ലാം നീ തന്നെ നൽകിയിട്ടുള്ളതാണ്. തുജിസേ കിയേ ഗയേ ഉപകാരോं का बदला देना आसान नहीं है. തുജസേ കിയേ ഗയേ, നീ ചെയ്തു തന്നിട്ടുള്ള, കിയേ ഗയേ ചെയ്തു തന്നിട്ടുള്ള ഉപകാരോं का, ഉപകാരങ്ങൾക്ക് ഒരുപാട് പ്രത്യുപകാരങ്ങള് ഉപകാരങ്ങള് മാതൃഭൂമി നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ ഉപകാരങ്ങൾക്കെല്ലാം ബദലാദേന എന്ന് പറഞ്ഞാൽ പകരം ചെയ്യുക, ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് പകരം ചെയ്യുന്ന പ്രത്യുപകാരം ചെയ്യാന്നുള്ളത്. ആസാൻ നഹിഹേ, ആസാൻ നഹിഹേ പോസിബിൾ അല്ല, അല്ലെങ്കിൽ സിമ്പിൾ അല്ല, ഈസി അല്ല, അത്ര എളുപ്പമല്ല എന്ന് ഉദ്ദേശിക്കുന്നു. യഹ് ദേഹ് തേരാ ഹേ, ഈ ദേഹം ഈ ഒരു ശരീരം നിന്റെയാണ്. തുജിസേ ഹി ബനി ഹുയി ഹേ, നിന്നിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ശരീരം ഉണ്ടായിട്ടുള്ളത്. തേരേ ഹി ജീവ് ജലസേ സനി ഹുയി ഹേ, നിന്റെ ജീവരസം തന്നെയാണ് ഞങ്ങളുടെ സനി ഹുയി നിറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഓടുന്നത്. അന്ത് മേ മൃത്യു ഹോനെ പർ, അവസാനം മൃത്യു ഹോനെ, അവസാനം മരിക്കുമ്പോൾ, അതായത് ജീവൻ വെടിയുമ്പോൾ, യഹ് നിർജീവ ശരീർ, ഈ ജീവനില്ലാത്ത ഈ ഒരു ശരീരം, തൂഹി അപ്നായേക, നീ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നേ, നീറ്റ് അപ്നായേക സ്വീകരിക്കുക. അപ്പോ അവസാനം മരണത്തിന് ശേഷം നമ്മുടെ ജീവൻ നിർജീവം, നമ്മുടെ ചാപ്റ്ററിൽ അജൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, അജൽ ജീവനില്ലാത്ത, ചലിക്കാത്ത എന്നർത്ഥം കേട്ടോ, ഉദ്ദേശിക്കുന്നത് മരിച്ചിട്ടുള്ള. മരിച്ചതിന് ശേഷം ആ നിർജീവമായിട്ടുള്ള ശരീരം നീ തന്നെയാണ് സ്വീകരിക്കുക. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, അന്ത് മേ ഹം സബ് തേരി ഹി മിട്ടി മേ വിലീൻ ഹോ ജായേഗ. അപ്പോ അല്ലയോ മാതൃഭൂമി, അന്ത്മേം അവസാനം, ഹം ഞങ്ങള്, സബ് ഹം സബ് ഞങ്ങൾ എല്ലാവരും, തേരി ഹി മിട്ടിമേം നിന്റെ മണ്ണിൽ തന്നെ, വിലീൻ ഹോ ജായേഗ, വിലീൻ ഹോ ജായേഗ അലിഞ്ഞു ചേരും, നിന്റെ മണ്ണിൽ തന്നെയാണ് ഞങ്ങൾ അലിഞ്ഞു ചേരുക. सरल शब्दों में कवि मातृभूमि के लिए अपनी जान अर्पित करने की प्रणति है. सरल शब्दों में, सरल शब्द എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ തന്നെ കവി മാതൃഭൂമിക്ക് ലിയെ, കവി മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് അപ്പനി ജാൻ, തന്റെ ജാൻ ജീവനാട്ടോ, പ്രാണൻ, തന്റെ പ്രാണൻ അർപ്പിത് കർണേക്ക്, അർപ്പിത് കർണ അർപ്പിക്കുവാനായിട്ട്, സമർപ്പിക്കുവാനായിട്ട്, പ്രേരണ ദേത്തിയെ പ്രേരിപ്പിക്കുകയാണ്. आधुनिक समाज में देश प्रेम की जरूरत बढ़ते जा रहे. ആധുനിക് സമാജ് മേ, നമ്മുടെ ഇപ്പോഴുള്ള ആധുനിക സമൂഹത്തില് ദേശ് പ്രേമക്ക് ജറൂർ, ദേശ് പ്രേം ദേശസ്നേഹത്തിന്റെ ആവശ്യകത ബഡ്ത്തെ ജാ രഹേ, ബഡ്ത്തെ ജാ രഹേ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേശസ്നേഹത്തിന്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്.
आतंकवाद सांप्रदायिकता आदि को रोकने के लिए देश प्रेम की जरूरत है. ആതങ്കവാദം, തീവ്രവാദം, സാമ്പ്രദായികത, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ വർഗീയത, അപ്പോ തീവ്രവാദവും വർഗീയതയും തുടങ്ങിയവയൊക്കെ റോക്നെ കെ ലിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേശ് പ്രേം കി ജറൂരത്ത് ഹൈ, ദേശസ്നേഹം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു കവിതയോടെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മളിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിലുള്ള ദേശസ്നേഹം, ദേശത്തിനോടുള്ള ആ ഒരു ഭക്തി ഉയർത്തിയെടുക്കുക, അല്ലെങ്കിൽ ആ മൂല്യങ്ങൾ നമ്മളിലേക്കുള്ളിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ കവി ഈ ഒരു കവിതയിലൂടെ, മാതൃഭൂമി എന്ന കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്, ശ്രമിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് ഈ കവിത ആസ്വാദ ടിപ്പണിയാണ്. എല്ലാവരും ആസ്വാദ ടിപ്പണി എന്തായാലും പഠിച്ചിടണം എക്സാമിന് പോകാനായിട്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിന്റെ വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.